കേരളത്തിൽ ഭൂമി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അവിടെയാണ് 60 വർഷം നീണ്ടുനിന്ന മലയിടം തുരുത്തിലെ ഭൂമി പ്രശ്നം അധികാരം ഏറ്റെടുത്ത് ഒരു മാസത്തിനുള്ളിൽ വി.ഡി. സതീശൻ സർക്കാർ പരിഹരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം ആ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഇടതു നേതാക്കൾക്ക് ബോധം വന്നപ്പോഴേക്കും പ്രശ്നം UDF രമ്യമായി തീർത്തിരിക്കുന്നു. വി.ഡി. സതീശൻ സർക്കാർ നേരിട്ട ആദ്യത്തെ അഗ്നിപരീക്ഷ അതിജീവിച്ചത് റോജി എം. ജോൺ, സ്ഥലം MLA VP സജീന്ദ്രൻ എന്നിവരും ഇടപെട്ടതോടെയാണ്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി വരെ എറണാകുളം കളക്ടറേറ്റിൽ നീണ്ടുനിന്ന കടുംപിടുത്തങ്ങൾക്കും നാടകീയമായ ചർച്ചകൾക്കും ഒടുവിലാണ് ബന്ധപ്പെട്ട കക്ഷികൾ ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ ഒപ്പുവെച്ചത്. മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ മാസ് ലീവ് സമവായത്തിൽ എത്തിച്ചേർന്ന കാര്യം സർക്കാർ ഇന്ന് തന്നെ ഹൈക്കോടതിയെ ഔദ്യോഗികമായി അറിയിക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷം നേരിട്ട ഏറ്റവും വലിയ ക്രമസമാധാന വെല്ലുവിളികളിൽ ഒന്നിനാണ് ഇതോടെ ശുഭകരമായ അന്ത്യമായിരിക്കുന്നത്. ഇന്ന് ഹൈക്കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ പ്രത്യേക നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 5 മണിക്കൂറോളം നീണ്ട മാരത്തൺ ചർച്ച കളക്ടറേറ്റിൽ നടന്നത്. കനത്ത തർക്കങ്ങൾക്കൊടുവിൽ ഉരുത്തിരിഞ്ഞ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഇവയാണ്. 5 സെന്റ് ഭൂമി വീതം നൽകും. നിലവിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന പര്യത്തുകാവിലെ 7 ദളിത് കുടുംബങ്ങൾക്ക് അവർ താമസിക്കുന്ന ഭൂമിയുടെ തൊട്ടു പിൻഭാഗത്തായി 5 സെന്റ് ഭൂമി വീതം ഭൂവുടമകളായ ശങ്കരൻ നായരുടെ കുടുംബം സൗജന്യമായി വിട്ടു നൽകും. പുതിയ റോഡും സൗകര്യവും. ഈ പുതിയ 5 സെന്റ് ഭൂമിയിലേക്ക് കുടുംബങ്ങൾക്ക് കടന്നു പോകാൻ ആവശ്യമായ റോഡിനുള്ള സ്ഥലവും ഉടമകൾ സ്വന്തം ചെലവിൽ വിട്ടു നൽകും. 1000 ചതുരശ്ര അടി വീട്. സ്പോൺസർഷിപ്പിലൂടെ സർക്കാർ മുൻകൈയെടുത്ത് ഒരു വർഷത്തിനുള്ളിൽ 1000 ചതുരശ്ര അടിയിൽ കുറയാത്ത ആധുനിക സൗകര്യങ്ങളുള്ള വീടുകൾ ഈ 7 കുടുംബങ്ങൾക്കും നിർമ്മിച്ചു നൽകും. താക്കോൽ കിട്ടും വരെ കുടിയൊഴിപ്പിക്കില്ല. പുതിയ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി അതിന്റെ താക്കോൽ ഈ കുടുംബങ്ങൾക്ക് കൈമാറുന്നതുവരെ പര്യത്തുകാവ് ഉന്നതിയിലെ വീട്ടുകാർക്ക് അവരുടെ നിലവിലെ വീടുകളിൽ തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ കഴിയാം. നിലവിലെ സ്ഥലത്തു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചെടുക്കാനുള്ള അവകാശവും ഈ കുടുംബങ്ങൾക്കുണ്ടാകും. ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്ക്. വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളുടെയും പൂർണ്ണ മേൽനോട്ട ചുമതല മൂവാറ്റുപുഴ RTO, DYSP എന്നിവർക്കായിരിക്കും. കേസുകളെല്ലാം പിൻവലിക്കും. കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഏറെ നാളായി ഇരുവിഭാഗവും തമ്മിലും പോലീസുമായും നിലനിൽക്കുന്ന എല്ലാ സിവിൽ, ക്രിമിനൽ കേസുകളും പരസ്പരം പൂർണ്ണമായി പിൻവലിക്കാനും തീരുമാനമായി. മന്ത്രി റോജി എം. ജോണും MLA VP സജീന്ദ്രനുമാണ് ഈ ചരിത്ര കരാറിൽ സാക്ഷികളായി ഒപ്പുവച്ചിരിക്കുന്നത്. കളക്ടർ G. പ്രിയങ്കയുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ചകൾ. ഈ കഥ തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. കൃത്യമായി പറഞ്ഞാൽ 58 വർഷങ്ങൾക്ക് മുൻപാണ്. മലയിടം തുരുത്ത് കണ്ണോത്ത് ശങ്കരൻ നായർ തന്റെ ഭൂമി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കാളു കുറുമ്പൻ അന്യായമായി കയ്യേറിയെന്നാരോപിച്ച് കോടതിയെ സമീപിച്ചതോടെയാണ് ഈ ചരിത്ര കേസിന്റെ തുടക്കം. പതിറ്റാണ്ടുകൾ നീണ്ട കനത്ത നിയമ പോരാട്ടത്തിനിടയിൽ ശങ്കരൻ നായരും കാളു കുറുമ്പനും മരണത്തിന് കീഴടങ്ങി. എന്നാൽ കേസ് അവിടെ തീർന്നില്ല. ശങ്കരൻ നായരുടെ പെൺമക്കളുടെ മക്കൾ ഈ കേസ് അന്തസ്സായി ഏറ്റെടുത്ത് കോടതികളിൽ പോരാട്ടം തുടർന്നു. മുൻസിഫ് കോടതിയും ഹൈക്കോടതിയും കടന്ന് കേസൊടുവിൽ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയും വിധി പറഞ്ഞത് ശങ്കരൻ നായരുടെ കുടുംബത്തിന് അനുകൂലമായിരുന്നു. ഈ വിധിയുടെ പശ്ചാത്തലത്തിലാണ് പര്യത്തുകാവിലെ 7 ദളിത് കുടുംബങ്ങളെ അവിടുന്ന് ഒഴിപ്പിച്ച് ഭൂമി തിരിച്ചുപിടിക്കാൻ കോടതി ഉത്തരവിട്ടത്.